മല്ലപ്പള്ളി പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാനെതിരെ CBI അന്വേഷണം വേണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. കേസിൽ പുനരന്വേഷണം ആവശ്യമില്ലെന്ന് കണ്ടെത്തിയ കോടതി തുടരന്വേഷണം മതിയാകുമെന്നും വ്യക്തമാക്കി. മന്ത്രി പദവിയിലിരിക്കുന്ന ഒരാൾക്കെതിരെ ആയതിനാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമാകും ഉചിതമെന്ന് ഉത്തരവിൽ കോടതി വ്യക്തമാക്കുന്നു. സജി ചെറിയാൻ മന്ത്രി പദവി ഒഴിയണമെന്ന ആവശ്യത്തെ തള്ളുന്നതാണ് കോടതി ഉത്തരവിലെ ഈ പരാമർശം. മന്ത്രിയുടെ പ്രസംഗം ഭരണഘടനാ വിരുദ്ധമായതിനാൽ CBI അന്വേഷണം വേണമെന്നായിരുന്നു ഹർജിക്കാരൻ്റെ ആവശ്യം. എന്നാൽ CBI അന്വേഷണ ആവശ്യം കോടതി അനുവദിച്ചില്ല. കേസിൽ പുനരന്വേഷണം ആവശ്യമില്ലെന്ന് കണ്ടെത്തിയ കോടതി തുടരന്വേഷണം മതിയാകും എന്നും വ്യക്തമാക്കി. ആരോപണ വിധേയൻ മന്ത്രിയായതിനാൽ പോലീസ് SHO അന്വേഷിക്കുന്നത് ഉചിതമാവില്ല, പകരം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ എന്നും കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. മന്ത്രി പദവിയിലിരുന്ന് അന്വേഷണം നേരിടുന്നതിനെ കോടതി എതിർക്കുന്നില്ല എന്നതാണ് മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ഒരാൾക്കെതിരെ അന്വേഷണം ക്രൈംബ്രാഞ്ച് നടത്തട്ടെ എന്ന ഉത്തരവിലൂടെ കോടതി വ്യക്തമാക്കുന്നത്. സജി ചെറിയാൻ മന്ത്രി പദവി ഒഴിയണമെന്ന അഭിപ്രായമോ നിർദ്ദേശമോ കോടതിക്കില്ലെന്ന് ഉത്തരവിൽ നിന്ന് വ്യക്തം. അതേസമയം കേസന്വേഷണത്തിലെ നടപടിക്രമങ്ങളെ കോടതി വിമർശിച്ചു. കേസ് എഴുതിത്തള്ളിയ പോലീസ് നടപടി കോടതി റദ്ദാക്കി. പോലീസ് റിപ്പോർട്ട് അംഗീകരിച്ച് കേസ് റദ്ദാക്കിയ തിരുവല്ല മജിസ്ട്രേറ്റിന്റെ നടപടി നിയമപരമല്ലെന്നും കോടതി വിലയിരുത്തി. 2003 കേന്ദ്ര നിയമ ഭേദഗതി പ്രകാരം ഭരണഘടനയ്ക്ക് അവമതിപ്പുണ്ടാക്കുന്ന പരാമർശങ്ങൾ കുറ്റകരമാണെന്ന് കോടതി വ്യക്തമാക്കി. അതിനാൽ മന്ത്രി ഏത് സാഹചര്യത്തിലാണ് വാക്കുകൾ ഉപയോഗിച്ചത് എന്ന് പരിശോധിക്കപ്പെടണം. എന്നാൽ ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ട് ലഭിക്കുന്നതിന് മുൻപേ പോലീസ് കേസ് എഴുതിത്തള്ളി അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇത് അംഗീകരിക്കാനാവില്ലെന്നും തുടരന്വേഷണം നടക്കട്ടെയെന്നും കോടതി പറഞ്ഞു. 2022 ജൂലൈ 3 പത്തനംതിട്ട മല്ലപ്പള്ളിയിലെ മന്ത്രിയുടെ പ്രസംഗമാണ് കേസിനാസ്പദം. പ്രസംഗത്തിലെ കുന്തം, കുടച്ചക്രം എന്നീ പ്രയോഗങ്ങൾ ഏത് സാഹചര്യത്തിൽ നടത്തിയെന്ന് ഇനി ക്രൈംബ്രാഞ്ച് പരിശോധിക്കും. കൈരളി ന്യൂസ്, കൊച്ചി.